വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഗൈസ്. ഇന്ന് എങ്ങനെ ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതെ, ഈ ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കാനായിട്ട് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് ഫുൾ കോഴ്സ് മലയാളം. ചിലപ്പോൾ അങ്ങനെ ഒരു കീവേഡ് സെർച്ച് ചെയ്തപ്പോഴേക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് തന്നെ. ഇപ്പൊ നിങ്ങൾ ഒരു അക്കാഡമിയിൽ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാവാം, ചിലപ്പോൾ ഓൺലൈനായിട്ട് പഠിക്കാനാവാം, ചിലപ്പോൾ ഓഫ്ലൈനായിട്ട് പഠിക്കാനാവാം, അല്ലെങ്കിൽ യൂട്യൂബ് നോക്കി പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പൊ എങ്ങനെ ഈ സാധനം പഠിക്കാന്നുള്ളതിന്റെ ഒരു റോഡ് മാപ്പ് എന്ന് വെച്ചാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ആക്ച്വലി ഒരു ഗ്രാഫിക് ഡിസൈനർ ആവാനായിട്ട് നിങ്ങൾ ജസ്റ്റ് ടൂള് മാത്രം പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ജസ്റ്റ് ടൂൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമല്ല ഗ്രാഫിക് ഡിസൈനർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഗ്രാഫിക് ഡിസൈനിങ് മലയാളം എന്ന യൂട്യൂബിൽ അടിച്ചു കൊടുക്കുമ്പോൾ കുറെ കോഴ്സ് നിങ്ങൾക്ക് കാണാം. അപ്പൊ അതിൽ ചിലപ്പോൾ ഫോട്ടോഷോപ്പ് ആയിരിക്കും പഠിപ്പിക്കുന്നുണ്ടാവുക, ചിലപ്പോൾ ഇലിസ്ട്രേറ്റർ ആയിരിക്കും പഠിപ്പിക്കുന്നുണ്ടാവുക. അപ്പൊ അതല്ല അത് മാത്രമല്ല കോഴ്സ് എന്ന് പറയുന്നത്. ഗ്രാഫിക് ഡിസൈനിങ് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഒരു 5 ഫേസ് ഉണ്ട്. 5 ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 സ്റ്റെപ്സ് ഉണ്ട്. ഈ 5 സ്റ്റെപ്സിൽ ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് ഫൗണ്ടേഷൻ, അതായത് ഡിസൈൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ്. ഭൂരിഭാഗം ആളുകളും ഈ സാധനം അങ്ങോട്ട് ഒഴിവാക്കും ഈ സാധനം ഉണ്ടെന്ന് ആർക്കും അറിയില്ല, കുറെ പേർക്കൊന്നും അറിയില്ല. അവർ ഡിസൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പ് ഇല്ലുസ്ട്രേറ്റർ മാത്രമാണ്, അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് മാത്രം പഠിക്കുക എന്നുള്ളതാണ് വെച്ചാൽ ഓടിപ്പോയി അങ്ങോട്ട് പഠിക്കും. അപ്പൊ ഫസ്റ്റത്തെ കാര്യം ഡിസൈൻ ഫൗണ്ടേഷൻ ആണ്. ഈ ഡിസൈൻ ഫൗണ്ടേഷനിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ തിയറി, ടൈപ്പോഗ്രഫി, കോമ്പോസിഷൻ, പിന്നെ കാർപ്പ്. ഈ കളർ തിയറിയിൽ നമ്മൾ കളർ ഹാർമണി, കളർ സൈക്കോളജി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കും. അതിന് ടൈപ്പോഗ്രഫിയിൽ നമ്മൾ ഫോണ്ട് റീഡബിലിറ്റി, ഫോണ്ട് പെയറിംഗ്, ഹൈറാർക്കി, ഈ ഫോണ്ട് എന്ന് പറഞ്ഞാൽ സാൻസ് സെറിഫ്, സെറിഫ് എന്തൊക്കെയാണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ആ സാധനങ്ങൾ പഠിക്കണം. അത് കഴിഞ്ഞാൽ കോമ്പോസിഷനിലാണ് നമ്മൾ റൂൾ ഓഫ് തേർഡ്, ഗ്രിഡ്, വൈറ്റ് സ്പേസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. അത് കഴിഞ്ഞാൽ കാർപ്പ്. ഈ കാർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കോൺട്രാസ്റ്റ്, അലൈൻമെന്റ്, റെപ്പിറ്റേഷൻ, പ്രോക്സിമിറ്റി, ഈ 4 കാര്യത്തിന് ഷോർട്ട് ഫോം ആയിട്ട് വിളിക്കുന്നതാണ് കാർപ്പ് എന്നുള്ളത്. അപ്പൊ ഇതാണ് ഇതൊക്കെ മിനിമം ഡിസൈൻ ഫൗണ്ടേഷനിൽ. ഇതിലും കൂടുതൽ കാര്യങ്ങളുണ്ട്. ഇത് മിനിമം ഡിസൈൻ ഫൗണ്ടേഷനിൽ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവണം. ഈ സാധനം കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് നെക്സ്റ്റ് ഫേസിലോട്ട് പോകാൻ പറ്റും. ഇത് കവർ ചെയ്തിട്ട് മാത്രമേ നെക്സ്റ്റ് ഫേസിലോട്ട് പോകാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഫേസ് ആണ് എല്ലാവരും ഓടിപ്പോയി ചെയ്യുന്ന ഫസ്റ്റത്തെ ഫേസ്. അതായത് ഫസ്റ്റ് തന്നെ ടൂൾ പഠിക്കുക എന്നുള്ള ഭൂരിഭാഗം ആളുകളും ചെയ്യുന്നത്. അപ്പോൾ അത് ശരിക്കും 2ാമത്തെ ഫേസ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ഫേസ് 2, അതിൽ സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയറിൽ ഇപ്പൊ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് എന്തെങ്കിലും ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, ക്യാൻവ ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ക്യാൻവയിൽ നല്ല ഡിസൈൻ ഒക്കെ ചെയ്യാൻ പറ്റും. അല്ല, കുറച്ച് പൈസ ഇറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അഡോബ് ക്രിയേറ്റീവ് ക്ലൗഡിന്റെ വല്ല 1 മന്ത് പാക്കേജോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് നിങ്ങൾക്ക് ഒറിജിനൽ ഫോട്ടോഷോപ്പും അല്ലെങ്കിൽ ഇല്ലുസ്ട്രേറ്റർ ഒക്കെ യൂസ് ചെയ്യാം. അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രാക്ക് യൂസ് ചെയ്യാം. ഫയൽ CR, പിന്നെ ഗെറ്റ് ഇൻ PC, അങ്ങനെയുള്ള കുറച്ച് സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫോട്ടോഷോപ്പിന്റെ ക്രാക്ക് അല്ലെങ്കിൽ ഇല്ലുസ്ട്രേറ്ററിന്റെ ക്രാക്ക് ഫയൽസും കിട്ടും. അപ്പോൾ ഫേസ് 2 എന്ന് പറയണതാണ് സോഫ്റ്റ്വെയർ പഠിക്കുക എന്നുള്ളത്. ഫസ്റ്റ് തന്നെ പോയിട്ട് സോഫ്റ്റ്വെയർ പഠിക്കാണ്ട് ഞാൻ പറഞ്ഞ ഫൗണ്ടേഷൻ പഠിച്ചിട്ട് മാത്രം സോഫ്റ്റ്വെയറിലോട്ട് വരാം. അതല്ല, നിങ്ങൾ ഓൾറെഡി സോഫ്റ്റ്വെയർ പഠിച്ചു വിചാരിക്കും, കുഴപ്പമില്ല, ഇനിയെങ്കിലും പോയിട്ട് ആ ഫൗണ്ടേഷൻ പഠിക്കുക. അത് കഴിഞ്ഞാൽ വരുന്നതാണ് 3ാമത്തെ ഫേസ്, അല്ലെങ്കിൽ 3ാമത്തെ സ്റ്റെപ്പ്. ഈ 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പഠിച്ച ടൂൾസും പിന്നെ അതേപോലെ തന്നെ പഠിച്ച ഡിസൈൻ ഫൗണ്ടേഷനൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നീഷ് സെലക്ട് ചെയ്യുക. അതായത് ബ്രാൻഡിങ് ആണെന്നുണ്ടെങ്കിൽ ഒരു ബ്രാൻഡ് ഡിസൈനർ ആവാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്ത് പഠിക്കുക. അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഡിസൈനർ ആണെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ പഠിക്കുക. അല്ലെങ്കിൽ പാക്കേജ് ഡിസൈനർ ആണെങ്കിൽ പാക്കേജിങ്ങിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടിരുന്ന് പഠിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സ്പെഷ്യലൈസേഷൻ ആണ് ഫേസ് 3 എന്ന് പറയുന്നത്. ഈ സാധനങ്ങളൊക്കെ സെറ്റ്, അതായത് ഡിസൈൻ ഫൗണ്ടേഷൻ കഴിഞ്ഞു, സോഫ്റ്റ്വെയർ പഠിച്ചു, അത് കഴിഞ്ഞ് സ്പെഷ്യലൈസേഷൻ ആയി. അത് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യമാണ് പോർട്ട്ഫോളിയോ. അപ്പൊ നിങ്ങളുടെ പോർട്ട്ഫോളിയോ എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നുള്ളതിന്റെ കറക്റ്റ് ഒരു വീഡിയോ ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, അതവിടെ മെൻഷൻ ആക്കിയിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ ഒന്ന് പോയി കാണാം. അപ്പൊ നിങ്ങൾക്ക് ടോട്ടൽ ഒരു ഐഡിയ കിട്ടും എങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ പോർട്ട്ഫോളിയോ ആണ് അത് കഴിഞ്ഞിട്ടുള്ള മേജർ ആയിട്ടുള്ള സംഭവം. ഇപ്പൊ പോർട്ട്ഫോളിയോ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വാലിഡിറ്റി ഇല്ല. എനിക്ക് ഇത്രമാത്രം കഴിവുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ സാധനങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്, ഇതൊക്കെയാണ് എൻ്റെ സ്കിൽസ് എന്ന് ഷോക്കേസ് ചെയ്യാനുള്ള ഒരു സംഭവം ഇല്ല അവിടെ, പോർട്ട്ഫോളിയോ ഇല്ലെങ്കിൽ. അപ്പൊ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഫേസ് 5. അപ്പൊ ഡിസൈൻ ഫൗണ്ടേഷൻ, സോഫ്റ്റ്വെയർ, സ്പെഷ്യലൈസേഷൻ, പോർട്ട്ഫോളിയോ, അത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം. അതാണ് 5ാമത്തെ സ്റ്റേജ്. ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീലാൻസിങ് ത്രൂ പൈസ ഉണ്ടാക്കാൻ പറ്റും, ജോബിന് പോയി പൈസ ഉണ്ടാക്കാൻ പറ്റും, അല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ത്രൂ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ 3 രീതിക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോർട്ട്ഫോളിയോന്റെ ആവശ്യം വരുന്നില്ല, അതവിടെ കട്ട് ചെയ്ത് കളയുക. നിങ്ങൾ ഫ്രീലാൻസിങ് ആണെന്നുണ്ടെങ്കിലും സാലറിഡ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലും അതിന് പോർട്ട്ഫോളിയോ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈ ഫീൽഡിന്റെ സ്കോപ്പ് എന്താണ്, സാലറി എന്താണ്, എങ്ങനെയൊക്കെയാണ് ഇത് ലേൺ ചെയ്യാൻ പറ്റാന്നുള്ളതിന്റെ ഒരു ടോട്ടൽ ബ്രേക്ക് ഡൗൺ ഞാൻ മുന്നൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയും ഞാനിവിടെ മെൻഷൻ ചെയ്യാം. ആ വീഡിയോയും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക്
അതിനൊരു ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞ 5 സ്റ്റെപ്പുകൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഗ്രാഫിക് ഡിസൈനർ ആവാം. അക്കാഡമി എങ്ങനെ തിരഞ്ഞെടുക്കണം? ഒരു അക്കാഡമി മുന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ സാലറിയുടെ വീഡിയോ ഞാൻ ഇട്ടപ്പോൾ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, അക്കാഡമി എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നുള്ളതൊക്കെ പഠിക്കാനായിട്ട്. അപ്പോൾ ഒരു അക്കാഡമി തിരഞ്ഞെടുക്കാനായിട്ട് അത് ഓഫ്ലൈൻ ആയിക്കോട്ടെ ഓൺലൈൻ ആയിക്കോട്ടെ, നിങ്ങൾ നോക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. അവരുടെ മൊഡ്യൂൾ കളക്ട് ചെയ്തിട്ട് ആ മൊഡ്യൂളിൽ ഞാൻ ഈ പറഞ്ഞ ഡിസൈൻ ഫൗണ്ടേഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഡിസൈൻ ഫൗണ്ടേഷൻ അവരുടെ മൊഡ്യൂളിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോയി പഠിക്കാൻ നിൽക്കണ്ട. കാരണം ആ സാധനം ഇല്ലാതെ എങ്ങനെയാണ് ഒരു ഡിസൈനർ ആവാന്ന് എനിക്കറിയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം സോഫ്റ്റ്വെയർസ്. ഫോട്ടോഷോപ്പ്, ഇലിസ്ട്രേറ്റർ മസ്റ്റ് ആണ്. ഇൻഡിസൈൻ ഉണ്ടെങ്കിൽ ഗുഡ് ആണ്. പിന്നെ അതിന്റെ കൂടെ തന്നെ ആഫ്റ്റർ എഫക്ട്സും പ്രീമിയർ പ്രോയും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഓക്കെ, അപ്പൊ സോഫ്റ്റ്വെയർസ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഡൊമൈൻ അനുസരിച്ചിരിക്കും. അപ്പൊ ഫോട്ടോഷോപ്പ്, ഇലിസ്ട്രേറ്റർ മെയിൻ ആയിട്ട് ഉണ്ടോ എന്ന് നോക്കാം. അത് കഴിഞ്ഞാൽ അവര് പോർട്ട്ഫോളിയോ ഗൈഡൻസ് തരുന്നുണ്ടോ നോക്കും. ഒരു പോർട്ട്ഫോളിയോ എങ്ങനെ ബിൽഡ് ചെയ്യണം, അതിനുള്ള ഹെൽപ്പും ആ പോർട്ട്ഫോളിയോക്ക് ബിൽഡ് ചെയ്യാനുള്ള കാര്യങ്ങളും ആ ഒരു അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അത് കഴിഞ്ഞാൽ നോക്കേണ്ടത് ഈ പറഞ്ഞ അക്കാഡമി എന്ത് തരുന്നുണ്ടോ നോക്കണം. പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് തരുന്നുണ്ടോ നോക്കണം, അല്ലെങ്കിൽ പ്ലേസ്മെന്റ് സപ്പോർട്ട് തരുന്നുണ്ടോ നോക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രാഫിക് ഡിസൈനർ ആവാനായിട്ട് അവിടെ പോയിട്ട് കോഴ്സ് എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാനുണ്ടോ. അപ്പൊ നിങ്ങൾ അവിടെ പോയി ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങിയതിന് ശേഷം ഇതില്ലല്ലോ അതില്ലല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് അവരോട് ചോദിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതല്ല യൂട്യൂബ് നോക്കി പഠിക്കാനാണ് നിങ്ങളുടെ പ്ലാൻ എന്നുണ്ടെങ്കിൽ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ സ്ട്രക്ചേർഡ് ആയിട്ടൊരു കരിക്കുലം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായിട്ട് പോയി പഠിച്ചിട്ട് ഒരു നല്ല ഡിസൈനർ ആവാൻ നോക്കാം. ഓക്കെ, ഇപ്പൊ ഇത്ര നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ എന്താക്കുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇതുപോലെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അത് മെൻഷൻ ചെയ്തോ, ഞാൻ നിങ്ങൾക്ക് അതിന് റിപ്ലൈ തരുന്നുണ്ടാവും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സീ യു.